അടുത്ത തെരഞ്ഞെടുപ്പ് കാലമൊക്കെ വരികയാണ്. ഇപ്പോഴും ജോസ് കെ മാണി വിഭാഗം എങ്ങോട്ടേക്ക് എന്നൊരു ചർച്ച വരും. ഏതിലോട്ടായിരിക്കും മാണി വിഭാഗം പോകുന്നത്? അതിങ്ങനെ ഈ ജോസ് കെ മാണിയെ മാത്രം എന്താ ഇത്ര ടാർഗറ്റ് ചെയ്യാൻ കാര്യം? അതിങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുമല്ലേ? അല്ല, ആർക്കും പിന്നെ ചാടിക്കയറാവുന്ന ഒരു മരമായതുകൊണ്ടാണ് അല്ലേ പറയുന്നത്, എപ്പോഴും പറയുന്നത്. അതൊക്കെ ചിലപ്പോൾ ശരിയായിരിക്കാം. കാരണം 2016 UDF-ലും 21 LDF-ലും, ഇപ്പോൾ 26 എവിടെയായിരിക്കും എന്നുള്ളൊരു ചോദ്യമാണ്. ആ ചോദ്യം സ്വാഭാവികമാണ്, ആർക്കും ചോദിക്കാവുന്നതാണ്. പിന്നെ ഇനി എന്താ പിളരുന്നില്ലേ എന്നൊരു ചോദ്യം കൂടി ഉണ്ടാവും. പിളരാതിരിക്കുമ്പോഴാണ് അതൊരു അത്ഭുതമായി മാറുന്നത്. കേരള കോൺഗ്രസ് മാണി വിഭാഗം, അതായത് ജോസ് കെ മാണി വിഭാഗം LDF-ൽ അതൃപ്തരായിട്ട് നിൽക്കുകയാണ്. എന്തായാലും ഈ ടേം അങ്ങ് പൂർത്തിയാക്കട്ടെ. രാജ്യസഭാംഗത്വമുണ്ട്. ജോസ് കെ മാണി 2021 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ UDF-ൽ നിന്ന് കിട്ടിയ ഒരു രാജ്യസഭാംഗത്വം ഉണ്ടായിരുന്നു. അത് അവിടെ തന്നെ കൊടുത്തിട്ടിങ്ങ് പോകുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് 21 തെരഞ്ഞെടുപ്പിൽ പാലയിൽ തോൽപ്പിച്ചു എന്ന് പറയാം, CPM തന്നെ. എന്നിട്ട് പിന്നീട് രാജ്യസഭാ അംഗത്വം കൊടുത്തു. പക്ഷെ ജോസ് കെ മാണിയെ ഈ UDF-ലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ലീഗ് കഠിനാധ്വാനം നടത്തുന്നുണ്ട്. പിന്നെ ജോസ് കെ മാണി അതൃപ്തനാണ് എന്നുള്ളതും ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനോടൊപ്പം തന്നെ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗത്തെ മുഴുവൻ BJP ചേർത്ത് നിർത്തുന്നുമുണ്ട്. അപ്പോൾ അക്കൂട്ടത്തിൽ ജോസ് കെ മാണിയെയും NDAയിലേക്ക് കൊണ്ടുവരാനും അവിടെ മുന്നണി വിപുലീകരിക്കാനും രാജീവ് ചന്ദ്രശേഖരൻ്റെ ശ്രമവും നടക്കുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി പാണക്കാട് തങ്ങളുടെ കുടുംബത്തിൽ എത്തി. അവിടെ വന്നത് വെറുതെ നോമ്പ് മുറിക്കാനോ പെരുന്നാൾ ആഘോഷിക്കാനോ ഒന്നുമല്ല. അത് വന്നതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വേറെയാണ്. പ്രത്യേകിച്ച് വയനാട്ടിലെ വിജയത്തിൻ്റെ ഒരു പ്രധാന കാരണക്കാരെന്ന് പറയുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ്. വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ നല്ലൊരു പങ്ക് മുസ്ലിം സമുദായത്തിൻ്റേതാണ്. അപ്പോൾ അവരുടെ കയ്യിലാണ് ആ വിജയം ഇരിക്കുന്നത്. പിന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരികയും കൂടിയാണ്. അപ്പോൾ അവിടെ LDF-ൻ്റെ കയ്യിൽ നിന്ന് കോൺഗ്രസ്സിന് ഇത് പിടിച്ചെടുക്കണം. അത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മുന്നോടിയായിട്ടൊരു ബലം കിട്ടും എന്നുള്ളതും കൂടെ കാണുന്നുണ്ട്. കാരണം ദേശീയ തലത്തിൽ കോൺഗ്രസ് ഇപ്പോൾ ഏക പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതുപോലെ CPM അങ്ങനെ തന്നെയാണ്. 26 ഭരണം തുടരണം എന്നാഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ്, നിലനിർത്തണം. മറ്റൊന്നും കൊണ്ടല്ല, ഇവിടെ മാത്രമേ ഉള്ളൂ, കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഏക ആശ്രയം എന്നുള്ളതാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഇതിനിടയിൽ കൂടെ വളർന്നു വരികയും വേണം, മുന്നണി വിപുലീകരിച്ചുകൊണ്ട് തന്നെ. അപ്പോൾ ജോസ് കെ മാണി വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ UDF-ലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ലീഗ് ആഗ്രഹിക്കുന്നത്, ലീഗിന് ഭരണം വേണം. ഇനിയും 2026 മുതൽ ഭരണമില്ലാതൊന്നും മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. അപ്പോൾ മുന്നണി ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഘടകകക്ഷികൾ അതൃപ്തരായിട്ട് നിൽക്കുന്നുണ്ട്. ആ അതൃപ്തി ഒരുപക്ഷെ ദോഷമായിട്ട് മാറാം. BJP വളരുകയും ചെയ്യുന്നു. അപ്പോൾ ഒരുപക്ഷെ UDF-ന് പരാജയം സംഭവിക്കുമോ എന്ന് ലീഗ് കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടിയും ജോസ് കെ മാണിയും തമ്മിൽ അണിയറ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ജോസ് കെ മാണി വിഭാഗം NDA മുന്നണിയുമായിട്ട് രാജീവ് ചന്ദ്രശേഖറുമായിട്ട് കേരളത്തിലെ BJP ഘടകവുമായിട്ടും ചർച്ച നടക്കുന്നുണ്ട്. LDF-ൽ എത്ര തുടരുമെന്നുള്ളത്. പക്ഷേ LDF-ൽ നിന്ന് മുഴുവനായിട്ട് എല്ലാവരും ഇനി പോരത്തില്ല. കേരള കോൺഗ്രസ് പാതി അവിടെ കിടക്കും. ഒരു മന്ത്രിയേ ഉള്ളൂ കേരള കോൺഗ്രസ്സിന്, റോഷി അഗസ്റ്റിന്. ഈ റോഷി അഗസ്റ്റിന് പിണറായി വിജയൻ്റെ പിന്നെ ഗുഡ് ബുക്കിലാണ്. റോഷി അഗസ്റ്റിനും LDF വിട്ടുവരാൻ താല്പര്യമില്ല. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം അമിത പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ആളാണ്. അമിതമായ ആഗ്രഹവുമുണ്ട്. കാരണം ജോസ് കെ മാണിയൊക്കെ എന്ന് പറഞ്ഞാൽ എന്നും ഈ അധികാരത്തിൻ്റെ
ഒരു ശീതള ഛായയിൽ കഴിഞ്ഞിട്ടുള്ളവരാണ്. നമുക്കറിയാം KM മാണിയൊക്കെ മന്ത്രി അല്ലെങ്കിലും ആയിരുന്ന കാലത്തും ഒക്കെ ഒരുപോലെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ശീതള ഛായയിൽ നിന്ന് താഴോട്ട് വരാൻ ജോസ് കെ മാണിക്ക് കഴിയത്തില്ല. ജോസ് കെ മാണി വലിയ പ്രതീക്ഷയോടെ അല്ലേ LDF-ലോട്ട് പോയത്. പക്ഷെ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഉദ്ദേശിച്ച രീതിയിൽ അദ്ദേഹത്തിന് എത്താനോ അതോ എത്തിപ്പിക്കാഞ്ഞതായിരിക്കാം LDF. അപ്പൊ ഇനി അദ്ദേഹം എന്തായാലും തീർത്തും ബുദ്ധിപരമായിട്ട് ചിന്തിച്ചല്ല ഒരു തീരുമാനം എടുക്കും. അത് BJP ആണെങ്കിലും UDF ആണ്, എന്തായാലും LDF നിൽക്കുമെന്ന് തോന്നുന്നില്ല. അല്ല, അത് ഈ ഒരു ഘടകകക്ഷികളും LDF-ലെ ഒരു ഘടകകക്ഷികളെയും ബാർഗെയിനിങ് അവിടെ നടക്കത്തില്ല. അത്രയും CPM ശക്തമാണ്. തൊട്ട് താഴെ നിൽക്കുന്ന CPI-യുടെ ബാർഗെയിനിങ് പോലും അവിടെ നടക്കുന്നില്ല. പിന്നാണോ ഈ ജോസ് കെ മാണിയും ഒക്കെ. ഈ മുസ്ലിം ലീഗ് എന്താണ് അങ്ങോട്ടേക്ക് ചാടി പോകാത്തത്? പലപ്പോഴും അവർ രണ്ടു വട്ടം ആലോചിച്ച് നിൽക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവിടെ ഈ ബാർഗെയിനിങ് നടക്കത്തില്ല. ഇവിടെയാണെങ്കിൽ എന്താ, കോൺഗ്രസിൻ്റെ തോളിൽ കയറി ഇരുന്നുകൊണ്ട് ചെവി കടിച്ചു പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കോൺഗ്രസിനെ നയിക്കുന്നത് ആരാണ്? മുസ്ലിം ലീഗാണ്. പാണക്കാട് തങ്ങളാണ്. പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ പോയി സാദിഖ് അലി തങ്ങളുടെ കാൽച്ചുവട്ടിൽ സാഷ്ടാംഗം നമസ്കരിക്കുകയല്ലേ ചെയ്തത്. അവിടെ നോമ്പ് തുറക്കാനൊന്നും പോയതൊന്നുമല്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ബാർഗെയിനിങ് നടക്കാത്ത ഒരിടത്തേക്കൊന്നും അങ്ങനെ പോകത്തില്ല. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണി അതൃപ്തനാണ്. പിന്നെ ജോസ് കെ മാണി മനസ്സിലാക്കി 21 എങ്ങനെയും പിണറായി തന്നെ അധികാരത്തിൽ വരുമെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയാണ് അപ്പുറത്തേക്ക് ചാടിയത്. പിന്നെ ഇവിടെ അല്പം അതൃപ്തനായിട്ട് നിൽക്കുകയായിരുന്നു ഈ UDF-നകത്തും ഘടകകക്ഷികൾ അതൃപ്തരാണ്. അപ്പോൾ അത് മുഴുവന് പരിഹരിച്ച് മുമ്പോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നതല്ല ഇപ്പം ലീഗിൻ്റെ ജോലിയാണ്. കാരണം ഭരണം എങ്ങനെയെങ്കിലും പിടിക്കണം. ഭരണം പിടിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണിപ്പോൾ UDF. കാരണം LDF ഒരു മേൽക്കൈ ഇങ്ങനെ നേടിക്കൊണ്ടിരിക്കുകയാണ്. BJP നല്ല വോട്ട് വിഹിതവും നേടിക്കൊണ്ടിരിക്കുന്നു. വലിയ ആധിപത്യവും കേരളത്തിൽ BJP ഒരു ചലനം കൂടെ സൃഷ്ടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ BJP-യുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വന്നതിന് ശേഷം. അപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ജോസ് കെ മാണി 26 എങ്ങോട്ടെങ്കിലും പോയിരിക്കും, LDF-ൽ നിന്ന് ഇറങ്ങി. അപ്പോൾ LDF-ലെ ഒരു വിഭാഗം അവിടെയും നിൽക്കും. NDA 20% നിന്ന് 30% വോട്ടർ, അതായത് കുറച്ച് കൂട്ടണം, വോട്ട് നിരക്ക് കൂട്ടണം എന്നുള്ള രീതിയിലാണ് NDA പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മിക്കവാറും ഇപ്പോൾ തൃശ്ശൂർ മാത്രമല്ല, ഇനി അടുത്ത 1-2 സ്ഥലങ്ങളിൽ കൂടി അവർ പിടിക്കാൻ സാധ്യതയുണ്ട്. 15 സീറ്റ് നിയമസഭാ സീറ്റ് പിടിച്ചാലൊന്നും അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അത്തരത്തിലുള്ള ഒരു വേരോട്ടമാണ് അന്ന് ഉണ്ടായത്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ അമരത്ത് പുതിയതായിട്ടൊരാൾ വന്നു. കാര്യങ്ങളെല്ലാം താഴെ തട്ടിലെ എത്ര ശക്തമാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാം എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുകയല്ല, വിജയം വരെ നേടുന്ന കാര്യത്തിലേക്കാണ് BJP പൊക്കൊണ്ടിരിക്കുന്നത്. സാധാരണ UDF-ൽ ഇപ്പോൾ തന്നെ നേതൃസ്ഥാനത്ത് ആര് ഞാൻ എന്നുള്ളൊരു ഭിന്നത അവരുടെ ഇടയിലുണ്ട്. പക്ഷെ NDA-ൽ അങ്ങനെ ഒരു ഭിന്നത നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അവിടെ ഒരു കൃത്യമായിട്ടുള്ള രീതിയിലാണ് പോക്ക്. അപ്പോൾ ജോസ് കെ മാണിക്ക് എന്തുകൊണ്ടും NDA-ലോട്ട് പോകുമ്പം കുറച്ചുകൂടി അധികാരം, അല്ലെങ്കിൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾ, ഈ പറഞ്ഞതുപോലെ ബാർഗെയിനിങ് എന്നുള്ളൊരു സംഗതി നടക്കാൻ സാധ്യതയില്ലേ? ബാർഗെയിനിങ്ങിന് ഉപരിയായിട്ട് വേണ്ട തരത്തിൽ ഇവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് NDA മുന്നേറ്റം നടത്തും എന്നുള്ളതാണ്. അതായത് ഇവർക്ക് വേണ്ടത് കൊടുക്കും. ഇപ്പോൾ ഇനിയിപ്പോൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ നീക്കം അതാണ്. ഇപ്പം ക്രൈസ്തവ വിഭാഗത്തെ കൂടുതൽ ചേർത്ത് നിർത്തിയാൽ അത് കൂടുതൽ ഗുണം BJP-ക്ക് കേരളത്തിൽ കിട്ടും. ഇപ്പം PC ജോർജിനെ പോലുള്ള ഒരാൾ BJP-യിലേക്ക് വന്നു, അത് വലിയ നേട്ടമാണ്. AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി, ഇതൊക്കെ വലിയ നേട്ടമാണ്. കോൺഗ്രസിൽ നിന്ന് വന്ന പത്മജ വേണുഗോപാൽ. അപ്പോൾ ഈ ഇതര മതസ്ഥരെ നോക്കുക, അവരിങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അതിൻ്റെ നേട്ടം ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പം ജോസ് കെ മാണി വന്നു കഴിയുമ്പോഴും അത് തന്നെ ഉണ്ടാകും. പ്രത്യേകിച്ച് ബിഷപ്പുമാരൊക്കെ BJP-യോട് ഒരു അനുഭാവപൂർവമായ നിലപാടാണ് എടുത്തിട്ടുള്ളത്. 2014 ഉണ്ടായ നിലപാടല്ല ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ജോസ് കെ മാണി വിഭാഗം LDF-ൽ നിന്ന് ഇറങ്ങിയാൽ ഒരു വിഭാഗം അവിടെ LDF-ൽ തന്നെ നിൽക്കും, പിള്ളേരും. അപ്പോൾ അവിടെ വച്ച് ഈ വിഷുക്കാലമല്ലേ, കണിക്കൊന്നയല്ലേ, പൂക്കാതിരിക്കാൻ എനിക്കാവതില്ല എന്ന് പറഞ്ഞത്, കവി പറഞ്ഞത് വേറെ തരത്തിൽ പറയാം. കേരള കോൺഗ്രസ് അല്ലേ, പിളരാതിരിക്കാൻ എനിക്കാവതില്ല, പിളർന്നേ പറ്റുകയുള്ളൂ എന്നുള്ള രീതിയിൽ ജോസ് കെ മാണി വീണ്ടും
പിളരും എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.